ഇത് കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പുതിയ പുല്ല് മുളച്ചു വന്ന കേട്ടോ. അപ്പൊ ഇതെന്തായാലും വർക്ക്ഔട്ട് ചെയ്യും, പക്ഷെ നമ്മളൊരു 3 വീക്സ് വെയിറ്റ് ചെയ്യണം. ഹലോ, ഇത് ഞങ്ങളുടെ ഗാർഡൻ ലോണിന്റെ പരുവ കേട്ടോ. അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കുക, എടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പരിപാടിയെ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോൺ മൂവ് ചെയ്യാന്നുള്ളതാണ്. ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 1 സെറ്റിങ്ങിലിട്ട് വേണം ലോൺ മൂവ് ചെയ്യാൻ. അതായത് ഈ പുല്ല് ഏറ്റവും ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യണം, അധികം കാണാത്ത രീതിയിൽ കട്ട് ചെയ്യണം. താഴെ വേര് മാത്രം കാണുന്ന രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലേ ഇത് ശരിയാവത്തുള്ളൂ. ആ പ്രോസസ്സ് അങ്ങ് ട്രസ്റ്റ് ചെയ്ത് ഫുൾ കട്ട് ചെയ്യുക. അപ്പോൾ ലോൺ മൂവ് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് 1 സെറ്റിങ്ങിലിട്ട് ലോൺ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട പരിപാടിയാണ് സ്കാരിഫൈങ്. സ്കാരിഫൈങ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇത് ഇങ്ങനൊരു ടൂള് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതല്ലാണ്ട് ഇതിനൊക്കെ വേറെ ഇലക്ട്രിക് ടൂൾസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്ത ഇതും കൊണ്ടാട്ടോ. ഈ ടൂളും കൊണ്ട് ഫുള്ള് അങ്ങനെ ചീകിയെടുത്താൽ ആ ചത്ത ഗ്രാസ് മുഴുവൻ നമുക്ക് കിട്ടും. ഇത് കുറച്ച് ഭാഗം മാത്രം ഞാൻ സ്കാരിഫൈ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ തന്നെ എന്തുമാത്രം ഗ്രാസ് ആണ് വന്നതെന്ന് നോക്കിയേ. ഇത് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ഗ്രൗണ്ട് ഇങ്ങനെ ഇരിക്കും, കണ്ടാൽ പേടി തോന്നും. നെക്സ്റ്റ് പ്രോസസ്സ് എയറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എയറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായത്. ഇത് നമ്മൾക്ക് ഷൂവേൽ കെട്ടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലെല്ലാം ഇങ്ങനെ കുഞ്ഞു 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 ഹോൾസ് കുറേ, നമ്മൾ സീഡ്സ് ഇട്ട് കഴിയുമ്പോൾ ആ സീഡ്സിന് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. സൈഡിൽ ബോർഡർ എടുത്തപ്പോഴത്തേക്ക് കുറച്ച് കൂടിപ്പോയി. പിന്നീടാണ് മനസ്സിലായത് അത് ഫുള്ള് വേണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇപ്പം ഉണ്ടായിരുന്ന പുല്ല് നമ്മൾ കളഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കാൻ പോവുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇനിയും ലോൺ സീഡ് ഇടേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ, ഈ ഒരു പാച്ചിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രൗണ്ട് ഒന്ന് നനച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു ചെറിയ പാച്ച് ആകുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് എയറേറ്റ് ചെയ്യുന്നത്. മുമ്പ് എയറേറ്റ് ചെയ്യുന്ന പോലെ കാണിച്ച പോലെ അല്ല. ചെറിയ ഇങ്ങനെ ഒരു ചൂള് കേട്ടോ, ഇങ്ങനെ ഒരു ചൂള് ഉപയോഗിച്ച് നമ്മൾ ക്രിസ് ക്രോസ് ലൈൻസ് ആണ് ഇടാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ലോൺ സീഡ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടോപ്പ് സോയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ടോപ്പ് സോയിൽ നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ സീഡ്സിൻ്റെ മുകളിലൊരു സേഫ് ലെയറായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ കിളികളൊന്നും വന്ന് സീഡ്സ് കഴിക്കത്തില്ല. പ്ലസ് ഇത് നമ്മുടെ വളർന്നു വരുന്ന സീഡ്സിനൊരു ന്യൂട്രിയൻസ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തോളും. ടോപ്പ് സോയിൽ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പൊത്തി കൊടുക്കുക, ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ലാസ്റ്റ് പരിപാടി. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 വീക്സ് എങ്കിലും വെയിറ്റ് ചെയ്യണം, എന്നാലേ ഇത് വളർന്നു വരത്തുള്ളൂ. ഒരു 10-14 ദിവസത്തിനുള്ളിൽ കുഞ്ഞു ഷൂട്ട്സ് ഓഫ് ഗ്രാസ് ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഞാൻ നേരത്തെ ചെയ്തൊരു ഭാഗത്ത് ചെടികൾ ഗ്രാസ് ഇങ്ങനെ വളർന്നു വന്നതാണ് കേട്ടോ ആ കാണിച്ചിരുന്നത്. അപ്പം ഞാനിനി ഒരു അടുത്ത 3 ആഴ്ച അടുപ്പിച്ച് രാവിലെയും വൈകിട്ടും ഒക്കെ വെള്ളം ഒഴിച്ച് 3 ആഴ്ചയ്ക്ക് ശേഷം ഗ്രാസ് വളർന്ന് വന്നതിൻ്റെ വീഡിയോ നിങ്ങളെ വേറെ കാണിച്ചു തരാം.